അതാണ് ജിൻഡോയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഒരു പ്ലെയർ എന്ന രീതിയിൽ കാണുന്നതിനേക്കാൾ ഉപരിയായി ജിൻഡോയെ ഒരു നല്ല മനുഷ്യനായിട്ടാണ് പ്രേക്ഷകർ എന്നും ഇഷ്ടപ്പെടുന്നത്. ഹൗസിനുള്ളിൽ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് ഉൾക്കൊള്ളാനും അതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് ആരുടെ മുൻപിൽ തലകുനിക്കാനും തയ്യാറാവുന്ന ഒരു നല്ല ഹൃദയമുള്ള വ്യക്തിയാണ് നമ്മുടെ ജിൻഡോ. ജിൻഡോയുടെ മേൽ എല്ലാവരും ഓരോ കുറ്റങ്ങൾ ഏൽപ്പിക്കുമ്പോഴും ജിൻഡോ എല്ലാം സഹിച്ച് നിൽക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ശത്രുക്കളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലേക്കാണ് ജിൻഡോയുടെ ഇടയ്ക്കുള്ള ഓരോ സങ്കടങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ജിൻഡോ കഴിഞ്ഞ ദിവസം ഗബ്രി പോകുന്ന സമയത്ത് ജിൻഡോയുടെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ജിൻഡോ ആത്മാർത്ഥമായിട്ടാണ് ഗബ്രി പോകുന്ന സമയത്ത് സങ്കടപ്പെട്ടത്. ഒരു തരത്തിലും ഗബ്രിയെ ഒരു ശത്രുവായിട്ടോ അല്ലെങ്കിൽ ഒരു തന്റെ എതിരാളിയായിട്ടോ ജിൻഡോ കണ്ടിട്ടില്ല. ജിൻഡോയ്ക്ക് ആ ഒരു ഹൗസിന്റെ ഉള്ളിലുള്ള ഒരു ഗെയിമിന്റെ പേരിൽ മാത്രമുള്ള ഒരു തർക്കം മാത്രമായിരുന്നു ഗബ്രിയോട് ഉണ്ടായിരുന്നതെന്ന് ആ ഒറ്റ കരച്ചിൽ കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ജിൻഡോയുടെ ഉള്ളിലെ നന്മയുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും പുറത്ത് ഒരുപാട് പ്രേക്ഷകർ ജിൻഡോയെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത്. ഗബ്രിക്ക് വേണ്ടി ജിൻഡോ ഒഴുക്കിയ ആ കണ്ണീരിന് വിലയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.